ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ പറയുന്നത് ഒഡൂയിൽ എങ്ങനെയാണ് നമുക്ക് പുതിയ ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്, മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ CRM, സെയിൽസ്, ഡാഷ്ബോർഡ് അങ്ങനെ ഒരുപാട് മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഒരു സ്കൂളിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടി, അല്ലെങ്കിൽ ട്രാവൽസിൻ്റെ. അപ്പോൾ അതിന് ട്രാവൽസിനാണെങ്കിൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് പറഞ്ഞിട്ട് മോഡ്യൂൾ മീൻസ് ഐക്കൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് അതിന് വേണ്ടി നമ്മൾ ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാം. അതിന് കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആ മോഡൽ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനുശേഷം മെനു ആൻഡ് ആക്ഷൻ സെറ്റപ്പ് ചെയ്യണം, എന്നിട്ട് ഐക്കൺ സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഐക്കണിൻ്റെ നമുക്ക് ഡിസൈൻ കൊടുക്കാം, കളർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്തതിന് ശേഷം ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാൻ ഈസി മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ. അനദർ മെത്തേഡ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് ഡീബഗ് ഈക്വൽ ടു 1 കൊടുത്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിങ്സിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മോഡൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോറി, മോഡൽ കൊടുത്തു. ഓക്കെ, ഈ മോഡലിൽ നമ്മൾ ഫസ്റ്റ് മോഡലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ന്യൂ എന്ന് കൊടുക്കാം. അതിനുശേഷം ഇപ്പം ഞാനിവിടെ ഏത് മോഡാണ് ചെയ്യുന്നത്, ഞാനൊരു ടിക്കറ്റ് പറയുന്ന ജസ്റ്റ് അതാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ടിക്കറ്റ് ഐഫൺ ഡാറ്റ ഇതാണ് നമ്മുടെ മോഡലായിട്ട് വരുന്നത്. ഞാനിത് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആക്സസ് റൈസിൽ ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത്, ഞാൻ പബ്ലിക് എന്നുള്ള ഇതിന് റീഡ് ആക്സസ് കൊടുക്കുന്നു. അതുപോലെ ഇന്റേണൽ യൂസർ ഉണ്ട്. ഇന്റേണൽ യൂസർ മീൻസ് നമ്മുടെ യൂസറിന് ഇവിടെ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് മോർ കൊടുത്തതിന് ശേഷം നമുക്ക് റോൾ സെർച്ച് ചെയ്യാം, മീൻസ് ഗ്രൂപ്പായിട്ട്. ഓക്കെ, ഗ്രൂപ്പായിട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മളെ റോൾ ആൻഡ് യൂസർ, ഇതാണ് നമ്മുടെ ഇന്റേണൽ യൂസർ. അത് കൊടുത്തതിന് ശേഷം അതിന് ഫുൾ ആക്സസ് റൈറ്റ്സ് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇവിടെ പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇതിലെ മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മെനു ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി മെനു എന്ന് ടൈപ്പ് ചെയ്യാം, സെറ്റിങ്സ് ഇൻ യൂസർ ഇന്റർഫേസ് മെനു. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൽ ന്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ ടിക്കറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നിങ്ങളെ ഐക്കണൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ആഡ് ലൈൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ മെനുവിൽ നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ നമ്മുടെ ആക്ഷൻ കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ടിക്കറ്റിൻ്റെ. ഓക്കെ, ക്രിയേറ്റ് കൊടുക്കും. ടിക്കറ്റ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ സേവ് ചെയ്ത ഓബ്ജക്റ്റ് ഉണ്ടല്ലോ അത് ഇവിടെ സേവ് ആക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ലിസ്റ്റ് ഫോമും അതെല്ലാം സേവ് ചെയ്യുന്നുണ്ട്. സേവ് കൊടുത്തു, ഇതും സേവ് കൊടുത്തു, സേവ് കൊടുത്തു. ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ റിഫ്രഷ് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് പറഞ്ഞിട്ട് ഐക്കൺ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐക്കൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മെനുവിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമേജ് മാറ്റാം. ഓക്കെ, ഞാൻ വീണ്ടും മെനുവിലോട്ട് പോകുന്നു, മെനു യൂസർ ഇൻ്റർഫേസിലോട്ട്. ഓക്കെ, നമ്മൾ ടിക്കറ്റ് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതിലെന്ത് ചെയ്യാൻ നമുക്ക് നമ്മളെ ഒരു ഇമേജ് ജസ്റ്റ് ഇമേജ് ടിക്കറ്റ് ഐക്കൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മൾ ഇത് കൊടുക്കുന്നു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് എങ്ങനെ വേണമെങ്കിലും അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനതിൻ്റെ പാത്ത് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സ്ക്രീന്. ഇപ്പോൾ ടിക്കറ്റിൻ്റെ ഐക്കണും ഇതൊക്കെ മാറി, ഇതെല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ എന്ത് ചെയ്യാം, ന്യൂ മീൻസ് നിങ്ങളിതുപോലെ എന്ത് വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യാം. ഞാൻ സാം എന്ന് കൊടുക്കുന്നു. സാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഫ്രം ആൻഡ് ടു കൊടുക്കാം. നമുക്ക് എല്ലാം അതും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ മോഡ് മെനുവിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.